നമ്മൾ വലിയൊരു ദുരന്തമാണ് പൂരമൊരുക്കങ്ങൾക്കിടെ തൃശൂരിൽ കണ്ടത്. 14 പേരുടെ മരണത്തിനിടയാക്കിയ ആ വലിയ ദുരന്തം, ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, കാണാതായ മനുഷ്യർ, ഉറ്റവരെ നഷ്ടപ്പെട്ടതോർത്ത് നോവുന്ന ബന്ധുക്കൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആകെ ദുഃഖമാണ് മുണ്ടത്തിക്കോടുണ്ടായ ആ അപകടം. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിന്റെ എല്ലാ തീവ്രതയും ഉൾക്കൊള്ളുകൊണ്ട് തന്നെ തൃശൂർ പൂരം ഇത്തവണ വലിയ ആഘോഷങ്ങളില്ലാതെ നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. വെടിക്കെട്ടില്ലാതെ ആചാരങ്ങൾ മാത്രമായി നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അപ്പോൾ ഇന്നത്തെ തീരുമാനങ്ങളും ഈ ദുരന്തത്തിന്റെ ബാക്കി ചിത്രവും എന്താണ് എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഉപേക്ഷിക്കരുത് എന്ന ഒരു നിലപാടാണ് പാറമേക്കാവ് ദേവസ്വം ആദ്യം സ്വീകരിച്ചത്. സാമ്പിൾ വെടിക്കെട്ട് വേണ്ടെന്ന് വെക്കാമെന്നും മറ്റ് 2 വെടിക്കെട്ടും വേണമെന്നും ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. അത് ഒരു ദുരന്തമുഖത്ത് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നിലപാടായിരുന്നു. ഇതേ നിലപാട് പാറമേക്കാവ് ദേവസ്വം യോഗത്തിൽ സ്വീകരിച്ചു. എന്നാൽ പിന്നീട് സർക്കാർ നിർദ്ദേശത്തിന് അവർ വഴങ്ങുകയായിരുന്നു. വെടിക്കെട്ടില്ലാതെ ആചാരപരമായ ആഘോഷം മാത്രം ആയി പൂരം നടത്താൻ പിന്നീട് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയായിരുന്നു. തൃശൂർ കളക്ട്രേറ്റിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. അപകടത്തിന്റെ വ്യാപ്തിയും നിലവിലെ സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് പൂരത്തിൽ നിന്ന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ മന്ത്രിമാർ ഈ യോഗത്തിൽ നിർദ്ദേശിക്കുകയായിരുന്നു. നാളെ മുതൽ നടത്താനിരുന്ന ചമയ പ്രദർശനം 25 മുതൽ നടക്കും. ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ് ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ ആഘോഷങ്ങളില്ലാതെ ആചാരമായി മാത്രം നടത്താനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. വെടിക്കെട്ടിന് പകരമായി ആചാരത്തിന്റെ ഭാഗമായി ഒരു കതിന മാത്രം പൊട്ടിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ല. 15 ആനകൾ വീതമാകും ഇരുപക്ഷത്തു നിന്നുമായി അണിനിരക്കുക. മേളത്തിന്റെ കാര്യത്തിലും വ്യത്യാസമില്ല. പകൽ പൂരത്തിന് ശേഷമുള്ള പകൽ വെടിക്കെട്ട് ഉണ്ടാകില്ല. പക്ഷേ ഘടകക്ഷേത്രങ്ങൾക്ക് നൽകേണ്ട ആനകളുടെ കാര്യത്തിലും അവിടുത്തെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാറ്റമില്ലാതെ തുടരും എന്ന ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. കുടമാറ്റത്തിന് എല്ലാ കുടകളും ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പാറമേക്കാവിൽ നിന്നും എഴുന്നള്ളിപ്പിന് പുറപ്പെടുന്ന സമയത്ത് കുറച്ച് കുടകൾ മാത്രം ഉയർത്താനും ധാരണയായിട്ടുണ്ട്. ഇത് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനമാണ്. ഇത് ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുകയും അവർ ആ രീതിയിൽ പൂരം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. അപ്പോൾ ആ പ്രധാനപ്പെട്ട പ്രഖ്യാപനം അല്ലെങ്കിൽ ആ യോഗത്തിന് ശേഷമുള്ള അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഹൈക്കോടതിയുടെ എന്തോ റിസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവരൊന്നും പ്രതികരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞങ്ങളത് പ്രതികരിക്കാൻ പാടോന്ന് അറിയില്ല. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള കുടമാറ്റം അത് ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. ആചാരങ്ങളെല്ലാം നടക്കും. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം സിംബോളിക് ആക്കും. കുറച്ച് സെറ്റ് ബാക്കും. അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. 15 ആനകൾ വീതം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ അതുപോലെ തന്നെ നടക്കും. പ്രതീകാത്മകമായിട്ട് നടക്കും. അത് കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. അവിടെ നടക്കും. 15 ആനകൾ വീതം ഉണ്ടാവും. പിന്നെ ബാക്കി വെടിക്കെട്ട് ഒഴികെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നടക്കും. ആചാരങ്ങളൊക്കെ നടക്കും. ചെറുപൂരങ്ങളുണ്ടാവും. ചെറുപൂരങ്ങളുടെ കാര്യങ്ങൾ അവര് പറയും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. കുടമാറ്റവും നടക്കും. പ്രതീകാത്മകമായി 15 മിനിറ്റ് നേരം മാത്രമായിരിക്കും കുടമാറ്റം. കുടമാറ്റം വളരെ വലിയൊരു ദുരന്തമാണ്. 14 പേരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ അത് പിന്തുടരും. അതേസമയം ആർഭാടങ്ങൾ ഒഴിവാക്കും, ആഘോഷങ്ങൾ ഒഴിവാക്കും എന്നതാണ് എടുത്തിരിക്കുന്ന നിലപാട്. ആ ആഘോഷത്തിന് വേണ്ടി ജോലി ചെയ്ത മനുഷ്യരാണ് ഇപ്പോൾ നമുക്കൊപ്പമില്ല അവർ. അപ്പോൾ അവരോട് കാട്ടേണ്ടുന്ന സാമാന്യ മര്യാദ അല്ലെങ്കിൽ ആദരവ് എന്ന നിലയിൽ കൂടി നമുക്കതിനെ കാണാം. അതേസമയം ആചാരപരമായ കാര്യങ്ങൾ നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. മുണ്ടത്തിക്കോട് ഇന്നും മൃതദേഹ ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ ഉണ്ടായിരുന്നു.
ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന നടക്കുന്നുണ്ട്. പരിശോധനയ്ക്കായി അവയെ അയച്ചിട്ടുണ്ട്. ഇനിയും 4 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അപകട സ്ഥലത്ത് ഇന്നും മാസ് പരിശോധന തുടർന്നു വരികയാണ്. 90 ഗുണ്ടുകൾ തെരച്ചിലിൽ കണ്ടെടുത്തു. 300 കിലോയോളം ഗൺ പൗഡർ കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടക ശേഖരം മാറ്റുന്ന നടപടികൾ ഉൾപ്പെടെ അവിടെ നടക്കുകയാണ്. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ 37 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത് സംബന്ധിച്ചൊരു കൃത്യതയുണ്ടായിരുന്നില്ല. 40 പേരോളം അവിടെ ഉണ്ടായിരുന്നു എന്ന നിഗമനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് ഒന്നുകൂടി കൃത്യപ്പെടുത്തി 37 എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. അപ്പോഴും അത് ഉറപ്പിക്കാൻ നമുക്കാവില്ല. കാരണം നിഗമനത്തിലെത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. സംഭവ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കിട്ടിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്രൻ ദേശ്മുഖ് പറഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ട് പുരയും ചുറ്റുപാടും പ്രത്യേക സുരക്ഷാ മേഖലയായി സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘമാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ കമ്മീഷണറുടെ വാക്കുകൾ കൂടി കേൾക്കാം. ആ ബോഡി പാർട്സ് എല്ലാം നമുക്ക് സാമ്പിളും അതിന്റെ ബോഡി പാർട്സ് എടുത്തിട്ട് DNA പരിശോധന വേണ്ടി അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഒന്നുകൂടി ഡബിൾ ഷുവർ ആവാൻ വേണ്ടി മുഴുവൻ ഏരിയ കഡവർ ഡോഗ് വെച്ചിട്ട് പിന്നെ സ്ട്രീറ്റ് ലൈനിങ് മാൻ പവർ വെച്ചിട്ട് മുഴുവൻ ഏരിയ കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും വേറെ എക്സ്പ്ലോസീവ്സും ബോഡി പാർട്ട് എന്തെങ്കിലും ഉണ്ടോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആവാൻ അത് പ്ലാനാണ്. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിന്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ എക്സ്പ്ലോസീവ്സ് ഉടനെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോട് കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. എക്സ്പ്ലോസീവ്സ് ഇന്നലെ തന്നെ എക്സ്പ്ലോസീവ് നമുക്ക് കിട്ടി അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സ്പ്ലോസീവ്സ് ഇന്നലെ രാത്രി നമുക്ക് രാത്രി ആയത് കാരണം ഇന്നലെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എക്സ്പ്ലോസീവ് മൂവ് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ തന്നെ ഇന്ന് കുറെ ഇലക്ട്രോണിക് മൊബൈൽ ഫോണും അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോഡി പാർട്സ് ചെറിയ ചെറിയ ബോഡി പാർട്സ് കാഡവർ ഡോഗ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ മാസലെടുത്തിട്ട് DNA പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ഏരിയ ഇപ്പോൾ റിസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ബിക്കോസ് ജുഡീഷ്യൽ കമ്മീഷനും പുതിയ ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വേണ്ടി ഈ ഏരിയ നമുക്ക് ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ക്രൈം സീൻ ആയിട്ട് ഫുൾ ടൈം ഇപ്പോൾ ഗാർഡ് ചെയ്യാൻ പോവാണ്. ഈ ദുരന്തം അതിൻ്റെ ആഘാതം എത്ര വലുതായിരുന്നു എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. അത് എങ്ങനെയൊക്കെ മാറണം, എന്തൊക്കെയാണ് നമ്മൾ ദുരന്തങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീതിതമായ ഒരു മുഖം വെളിപ്പെടുത്തുന്നതായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഹിതേഷ് ശങ്കർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ്. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ കയ്യിലെ മോതിരവും കാതിലെ കമ്മലും പല്ലിന്റെ ഘടനയും പല്ലിലെ സ്റ്റെയിന്റെ അടയാളവും സ്ഥിരമായുള്ള പുകയിലെ ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലരെയും തിരിച്ചറിഞ്ഞതിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം ആ കുറിപ്പിൽ പങ്കുവച്ചത്. പൊള്ളലുകൾക്കൊപ്പം ആന്തരിക അവയവങ്ങൾ വരെ കത്തിക്കരിഞ്ഞ അവസ്ഥയെ അദ്ദേഹം ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നും ഇതാഘോഷങ്ങളെ അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള സമയമല്ല, എന്നാൽ സുരക്ഷിതത്വമില്ലാത്ത നിർമ്മാണ രീതികൾക്ക് വിലക്കേർപ്പെടുത്തേണ്ട സാഹചര്യമാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി ഒരാളെയും തിരിച്ചറിയാൻ ആഭരണങ്ങളുടെ സഹായം തേടേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നെഴുതിക്കൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോലും, ഒരു ഫോറൻസിക് സർജനായ അദ്ദേഹത്തിന് പോലും എത്രമാത്രം ആഘാതമുണ്ടാക്കി അവിടുത്തെ കാഴ്ചകൾ, ആ മനുഷ്യരുടെ അവസ്ഥ എന്നത് ആ കുറിപ്പ് വായിച്ചാൽ നമുക്ക് വ്യക്തമാകും. ശക്തമായ സ്ഫോടനാഘാതമാണ് അവിടെ ഉണ്ടായതെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നുണ്ട്. ശരീര ആന്തരിക ഭാഗങ്ങൾ വരെ ചിന്നിച്ചിതറിയ സാഹചര്യമായിരുന്നു. സ്ഫോടന സമയത്തെ താപനില സൂര്യൻ്റേതിന് സമാനമായിരുന്നു എന്നുകൂടി പറയുന്നു. മൃതദേഹാവശിഷ്ടങ്ങളിൽ 25 ഭാഗങ്ങൾ DNA പരിശോധനയ്ക്കായി അയച്ചുവെന്നും ഹിതേഷ് ശങ്കർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഓരോ അവയവങ്ങളും തന്നെ തെറിച്ചു പോയിരിക്കുകയാണ്. അതായത് ഈ ബ്ലാസ്റ്റിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും, ലിംബ്, കൈയും കാലൊക്കെ ഒരു ഭാഗത്ത് കിടക്കുന്നു. ശരീരത്തിലെ ഓർഗൻസ്, ലിവറും സ്പ്ലീൻ തുടങ്ങിയ ഓർഗൻസൊക്കെ വേറെ ഭാഗത്ത് കിടക്കുന്നു. പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രയും ഭീകര ഒരു സിറ്റുവേഷനായിരുന്നു. നമുക്ക്
10 ബോഡിയാണ് നമുക്ക് ബോഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ 9 എണ്ണം ഐഡൻറ്റിഫൈഡ് ആണ്. ഇന്നലെ ചികിത്സ മരിച്ച ഒരാളും കൂടി കണക്കാക്കുമ്പോൾ 9 എണ്ണം ഐഡൻറ്റിഫൈഡ് ആണ്. ഒരാളുടെ ബോഡി ഇപ്പോഴും അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് തുടരുന്നു. അത് കത്തി കരിഞ്ഞതുകൊണ്ടും കൂടിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട്. ചാർഡ് ബോഡിയായി കുറേ ഭാഗമൊക്കെ കത്തി കരിഞ്ഞ് ചാറിങ് ഒന്ന് പൊടിഞ്ഞു പോണ പോലെ. ശരി, നല്ല അത്രയും ഹൈ ടെമ്പറേച്ചർ, ഏകദേശം എനിക്ക് തോന്നുന്നു നല്ലൊരു ആ ബ്ലാസ്റ്റ് കത്തുമ്പോൾ ഏകദേശം സൂര്യൻ്റെ താപനിലയോടെ എടുക്കുന്ന ഒരു താപനിലയിലേക്കൊക്കെ പോകുന്ന രീതിയാണ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്ലാസ്റ്റിൻ്റെ ഒരു ഭയങ്കര ഇഫക്റ്റും ബേൺസിൻ്റെ ഇഫക്റ്റും ഇതൊക്കെ കൂടി ശരീരം മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വിവിധ ശരീരഭാഗങ്ങൾ 28ഓളം ശരീരഭാഗങ്ങൾ DNA അയച്ചിട്ടുണ്ട്. ഇന്നലെ മിനിസ്റ്റർ വന്നിരുന്നായിരുന്നു, രാജ് മിനിസ്റ്ററും വാസ മിനിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരെ മൊബൈൽ യൂണിറ്റ് എത്തിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാമെന്ന് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അത്ര ഭീകര സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവ സാഹചര്യമൊന്നും ഞങ്ങൾക്ക് ബോധ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചിരിച്ച് സന്തോഷിച്ച് ജോലി ചെയ്ത മനുഷ്യരാണ്. ഒരു നിമിഷം കൊണ്ട് അവർ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മാറിയ സാഹചര്യം, അത് എത്ര ഭീതിതമായ സാഹചര്യമാണ് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. വെടിക്കെട്ട് ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ മതങ്ങളും മനുഷ്യരും വിവേകപൂർണമായി തീരുമാനമെടുക്കണമെന്ന് ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. വിശുദ്ധർ പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, വിശ്വാസിയുടെ ഹൃദയവിശുദ്ധിയിലാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മലങ്കര സഭയുടെ പള്ളികളിൽ ആഘോഷങ്ങൾ ലളിതമാകണമെന്നും കാതോലിക്ക ബാവ ഇന്ന് ആഹ്വാനം ചെയ്തു. ഒരു വർഷത്തെ പെരുന്നാളിൽ നിന്ന് കരുതിവെക്കുന്ന തുകയുപയോഗിച്ച് ഒരു ഭവനം നിർമ്മിച്ച് മാതൃക തീർക്കാനുള്ള ഒരു ആഹ്വാനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വളരെ മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ്റെ ഈ നല്ല സന്ദേശം മാതൃകയാക്കാൻ ഓരോ ആഘോഷ കമ്മിറ്റിക്കാരും തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി അത് ഒഴിവാക്കാനേ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി നടത്താനുള്ള മുൻകരുതലെങ്കിലും എടുക്കാൻ തയ്യാറാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.